പിന്നെ പ്രസാദിനെ സംബന്ധിച്ച് എന്തുമായിട്ടും പൊരുത്തപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ എന്നോട് പറയും, ഇത് ഇന്ന് സ്റ്റുഡിയോയുടെ വാതിക്കൽ ഞാൻ എൻ്റെ ചെരുപ്പ് ഊരിയിട്ടു. അപ്പോൾ എന്താ, ഒരു 120 രൂപയുടെ ചെരുപ്പാണ് ഈ കുട്ടനാട്ടിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെരുപ്പാണ് ഇട്ടുകൊണ്ട് പോയിരിക്കുന്നത്. ഞാനത് ഊരിയിട്ടിട്ടേ തിരിച്ചെല്ലാവരും കൂടെ ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ചെരുപ്പെടുത്തപ്പോൾ എൻ്റെ ചെരുപ്പ് അതിൻ്റെ അടുത്ത് കിടക്കുക. എല്ലാവരുടെയും 5000-6000 രൂപയൊക്കെ വിലയുള്ള ഭയങ്കര ബ്രാൻഡ് സാധനം കിടക്കുന്നിടത്ത് എൻ്റെ ഈ കരിമ്പനടിച്ച ചെരുപ്പ് കിടക്കുക. ചിരിച്ചോണ്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഇത് തോന്നി എടുത്തില്ല. പിന്നെ ഞാൻ ഓർത്തു, എന്തിനാ ഞാനിപ്പോൾ കൂളായിട്ട് ചെന്ന് എൻ്റെ ചെരുപ്പ് എടുത്തിട്ടുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അതാണ്. പക്ഷേ ഈ ഒരാളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ബാക്കി ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ വേറെ ഒരു പ്രതിഫലത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഒരു നോവൽ എഴുതി, ഒരു സ്ക്രിപ്റ്റ് നമ്മൾ കൊടുത്തിരുന്നു. അത് നോവലായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇച്ചിരി തർക്കങ്ങളൊക്കെ വന്നു. അപ്പം ഞാനൊരു ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കുറച്ച് കമൻ്റ് ഇങ്ങനെ വന്നു, പൈസ മേടിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അത് സൈൻ ചെയ്തതും. ആ പേപ്പറല്ല നമ്മുടെ കയ്യിലുണ്ട്. 1,00,000 രൂപ, അതിലെത്രാണ്ട് രൂപ ടാക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചിട്ടാണ് അത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം 10-15 വർഷമായിട്ടുണ്ട്. അത് ഇതുവരെ സിനിമയായിട്ടില്ല. അപ്പോൾ ഇത്രയും ചന്ദ്രോത്സവം, അതിലും എന്തെല്ലാം പ്രസാദിയേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളതിനെയൊന്നും അവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ എഴുതി കൊടുത്താൽ ആ പൈസ തരാം. അപ്പം പ്രസാദിയേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് മരുന്ന് മേടിക്കാൻ വരെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം പോലും ആ പൈസ കിട്ടാത്തത് കൊണ്ട് ഒരിക്കലും നമ്മളത് വേണ്ട എന്ന് വെച്ചത് പിന്നീട് നമ്മളത് മേടിക്കുന്നത് ശരിയല്ല. പിന്നെ അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രളയ സമയത്ത് അദ്ദേഹം 50,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ. അദ്ദേഹം സ്ക്രിപ്റ്റിന് വേണ്ടി കൊടുത്ത പൈസയും ഈ പ്രളയത്തിന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന 50,000 രൂപയും ഇതുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് എന്നോട് വിളിച്ച് ചോദിക്കുന്നു, എൻ്റെ പേര് വിളിച്ചിട്ടാണ് പറയുന്നത്, എന്നെ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടിട്ട് എന്ത് സഹായം വേണേലും ചോദിച്ചോ എന്ന് പറയുമ്പം പോലും നമ്മുടെ കയ്യിൽ ആ ഓപ്പറേഷനുള്ള കാശുണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പം വേണ്ട ചേട്ടാന്നാണ് നമ്മൾ അന്നേരം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അതൊന്നും ഓർക്കാതെയാണ് ഒരുപാട്, എന്ന് വെച്ചാൽ നമുക്ക് വിരോധമോ ഒന്നുമില്ല. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുക, അവരോടിത്, നമുക്കത് വേണ്ട. എന്നാന്ന് വെച്ചാൽ അത് ആ ഞാൻ ആയിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്ന് ഒരു കമൻ്റ് ഇട്ടിരിക്കുന്ന 2 പേര് അദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ കമൻ്റ് അങ്ങനെ വരുമ്പം പിന്നീട് ഞങ്ങൾ മാർഗമില്ലാതിരുന്നാൽ പോലും ആ പൈസ മേടിച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് അത് സഹിക്കത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. ആവശ്യം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഈ ഒരു ദിവസം ഏകദേശം 1.5 ലക്ഷം രൂപയോളം ചെലവ് വരിക, ഒരു ദിവസവും ഓരോരോ അവയവങ്ങൾക്ക് ഓപ്പറേഷൻ. എങ്ങനെ പിടിച്ചു നിന്നത്? മനസ്സിനെങ്ങനെയാ കരുത്ത് കിട്ടിയിരുന്നു? അതിൻ്റെ അകത്ത് ഇവിടെ നിന്ന് പ്രസാദിയേട്ടൻ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാ, ഒരു വൃശ്ചിക മാസത്തിൽ. അപ്പം ശബരിമലയിലെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷെ പോകുന്ന വഴിക്കാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് പെട്ടെന്ന് ജൂബിലി ഹോസ്പിറ്റലിലാണ് ആദ്യം പോകുന്നത്. അതവിടെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് കിംസിലേക്ക് കൊണ്ടുപോട്ടെ എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോഴും നമുക്കിതിൻ്റെ പെട്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇതാണ് സംഭവം. വയ്യാതെ വന്നു എന്നുള്ളത് പറയുമ്പോൾ എൻ്റെ ഇത് മുഴുവൻ ഷുഗർ താന്നു പോയി കഴിയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകും, നേരത്തെ ഉണ്ടാകാറുണ്ട്, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കും. 2000 രൂപയും കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് കിംസിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ഒരു വിളിച്ച് പപ്പേട്ടനുണ്ട്, ഏഷ്യാനെറ്റിലെ സുനിലുണ്ട്, അവരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും നിൽക്കുക. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള പ്രസാദിയേട്ടൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹം ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും നമ്മളറിയുന്നില്ല, നമ്മളവരോടെല്ലാം ചിരിച്ച് വർത്താനം പറയാം എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഇത്രയും പ്രശ്നമാണെന്നുള്ളത്. അതറിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പിറ്റേന്ന് രാവിലെ അവർ ഇത്ര രൂപ അവിടെ കെട്ടിവെക്കണമെന്ന് പറയുന്നു. അപ്പോൾ രാജീവേട്ടൻ, TK രാജീവ്കുമാർ വിളിക്കുന്നു. രാജീവ്കുമാർ വിളിച്ചിട്ട് പറയുന്നു, വിധു ഞാനിങ്ങനെ ഇത് കൊടുക്കട്ടെ എന്നോട് ചോദിച്ചിട്ടാ. അപ്പം ഞാൻ ചോദിച്ചു, രാജീവേട്ട എങ്ങനെയാണ് ഇതിൻ്റെ, എനിക്കിതിനെക്കുറിച്ചൊന്ന്, നമ്മളിപ്പോൾ നമുക്ക് ഉള്ളിലൊരു ഒന്നുമില്ല, ഒരു ശൂന്യമായൊരവസ്ഥയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത. അപ്പം എന്നോട് പറഞ്ഞു, വിധു ഇവിടെ ഒരുപാട് ചിലവ് വരും, അപ്പോൾ ഇങ്ങനെ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, രാജീവേട്ടൻ തന്നെ അത് ചെയ്തു, എനിക്കിതിനാലെ ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ രാജീവ്കുമാറാണ് അതിന് മുൻകൈ എടുത്തെല്ലാം ചെയ്തു തന്നതും
ഇതുമെല്ലാം എല്ലാ ഇതിലൊക്കെ കൊടുത്തതും. പിന്നെ ഫിലിം ഇതിൻ്റെ ഇതിൽ നമ്മുടെ കല്ലൂർ ശശി സാറ്, വിജയൻ ചേട്ടൻ, അവരൊക്കെ എല്ലാവരും അതിനിത് ചെയ്തു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ നിമിഷം തൊട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ തുടങ്ങി. അപ്പോഴും നമുക്ക് ധൈര്യമായി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റി, പൈസ അടയ്ക്കാനും പറ്റി, ഇതെല്ലാം ചെയ്യാൻ പറ്റി. പിന്നെ അതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിസ്മയ മാക്സ് എന്ന് പറയുന്ന ഇത് ട്രിവാൻഡ്രത്തൊരു സ്റ്റുഡിയോ ഉണ്ടല്ലോ, വിസ്മയ മാക്സ്. അതിനകത്ത് ഷൈബു മുണ്ടക്കൽ എന്ന് പറയുന്ന ഷൈബു സാറിനെ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ചില വ്യക്തികളാണ് അതൊക്കെ. ഈ ദൈവം എന്ന് പറയുന്നത്, നമ്മൾ പറയുമല്ലോ ദൈവം എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് എന്നുള്ളത്. പ്രേംകുമാർ, സുരേഷ് ഗോപി, ഇങ്ങനെ ഒരുപാട്, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്നാൽ ഒരുപാട് പേര്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എല്ലാവരും നല്ല രീതിയിൽ, അവിടുത്തെ ജീവനക്കാർ എല്ലാം നല്ല രീതിയിൽ, ഇങ്ങനത്തെ സെക്യൂരിറ്റി വരെ അകത്ത് കിടക്കുന്ന ഇന്ന ആളാണെന്ന് അറിഞ്ഞ നിമിഷം നമ്മളോട് കാണിക്കുന്ന ഒരിത് ഞങ്ങളോടല്ലല്ലോ, പ്രസാദ് ചേട്ടനോടുള്ള ഒരു ബഹുമാനമല്ലേ ആ കിട്ടിയത് മൊത്തം. പിന്നെ ആ പൈസ അങ്ങനെ വന്നു. അങ്ങനെയാണ് 10-20 ലക്ഷത്തിന് മേളിലുള്ള നമുക്ക് പല ഇതിലായി ചിലവായി. അതെല്ലാം ഇങ്ങനെ വന്ന് കിട്ടി. 50 രൂപ ഒരാൾ 50 രൂപ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എനിക്കൊരു കുറിപ്പിട്ടിരിക്കുന്നു, ചേച്ചി ഞങ്ങൾക്ക് ചേട്ടനെ തിരിച്ചു തരണം. എന്നെക്കൊണ്ട് ഒരു നിവൃത്തിയില്ല, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എൻ്റെ ചിലവിന് തരുന്നതിൽ നിന്ന് എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എനിക്ക് പക്ഷേ ഇതിലേക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയെന്ന് പറഞ്ഞൊരു കുറിപ്പ് ഇട്ടിട്ടാണ് ഈ 50 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞാനിങ്ങനെ ഒരു ഇതിലിങ്ങനെ ഗൂഗിൾ പേ ഇങ്ങനെ എടുത്ത് നോക്കുമ്പം കുഞ്ചാക്കോ ബോബൻ എന്ന് കിടക്കുന്നു. പക്ഷെ ഇന്ന് വരെ എനിക്കും അറിഞ്ഞുകൂടാ കുഞ്ചാക്കോ ബോബൻ നടൻ കുഞ്ചാക്കോ ബോബനാണോ ആരാണ് ചെയ്തത്. ഇന്ന് വരെ അദ്ദേഹം ഒരിടത്ത് പറഞ്ഞിട്ടോ ഇതോ ഇല്ല. ഒരു അദ്ദേഹം ആ പൈസ ഇട്ട് അദ്ദേഹം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അവരുടെ എല്ലാം എത്രയോ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്തു, സാമ്പത്തികമായും മാനസികമായും എല്ലാം. എൻ്റെ കുടുംബത്തെ ഒരുപാട് ചേർത്ത് നിർത്തി. അവരോടെല്ലാം ഞാൻ ഒരിക്കൽ പോലും നന്ദി പറഞ്ഞിട്ടില്ല. എന്നു വെച്ചാൽ പ്രസാദിയേട്ടൻ പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്കൊരാളൊരു സഹായം ചെയ്ത് കഴിയുമ്പോൾ താങ്ക്സ് അല്ലെ നന്ദി എന്ന് പറയുമ്പോൾ അവരെ അകറ്റുക എന്നുള്ളതാണ് അതിനകത്ത്. ആ ഒരു നന്ദി പറഞ്ഞ് അകറ്റേണ്ട ആൾക്കാരല്ല നമ്മളെ ആപത്തിൽ സഹായിക്കുന്നത്. അതുകൊണ്ട് അവരോട് സ്നേഹമായും സന്തോഷമായും ഒരു വാക്ക് ഏതെങ്കിലും ഒരു സമയങ്ങളിൽ വിളിക്കാൻ പറ്റിയാൽ വിളിക്കണം, പറയണം. എല്ലാവരും ചിന്തിക്കുന്നതിൻ്റെ വിരുദ്ധമാണ് എപ്പോഴും പ്രസാദിയേട്ടൻ പറയുന്ന പല കാര്യങ്ങളും. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് അതൊക്കെ കഴിഞ്ഞെല്ലാം വന്ന് ഒരു വർഷമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഈ തിണ്ണയിൽ ഇങ്ങനെ താഴെ തിണ്ണയിൽ ഒരു ദിവാങ്കോട്ടുണ്ട്, അതിലിങ്ങനെ കിടക്കും. അപ്പം ഞങ്ങൾ സന്ധ്യയ്ക്ക് പോയി ഞാനും മക്കളും എല്ലാം ഇരിക്കുമ്പം ഓരോ കാര്യങ്ങളിങ്ങനെ പറയും. അപ്പോൾ ഈ പോയിട്ട് കർമ്മം ചെയ്യുന്നതിനെക്കുറിച്ചും, അപ്പോൾ ഈ ജീവനോടിരിക്കുമ്പോൾ ആരെയും നോക്കാതിരുന്നിട്ട് മരിച്ചു കഴിയുമ്പം ഭയങ്കരമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, പിന്നെ അവരുടെ 16 അടിയന്തരം നടത്തുന്നു, നാട്ടുകാരെ വിളിച്ച് സദ്യ, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കളിയാക്കും. അപ്പോൾ മോളും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. അപ്പം അന്നേരമാണ് പറയുന്നത്, ഞാൻ മരിച്ച ഒരു കർമ്മവും ചെയ്യല്ലേ, നിങ്ങൾ എന്നെ മാവ് വെട്ടി ദഹിപ്പിക്കണം. ഇപ്പം ഇവിടെയൊക്കെ പെട്ടിക്കകത്താണ് ഗ്യാസൊക്കെ വെച്ചിട്ട് പെട്ടിയില്ല ദഹിപ്പിക്കുന്നത്. അപ്പം പറയാം അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്നെ മാവ് വെട്ടി, നമ്മുടെ പറമ്പിലെ മാവ് വെട്ടി അങ്ങനെ തന്നെ ഒരുക്കി എന്നെ ദഹിപ്പിക്കണം, പിന്നെ കർമ്മമൊന്നും ചെയ്യല്ലേ. അപ്പോൾ എന്നെ മോള് പറഞ്ഞു അതൊന്നും നടക്കത്തില്ല അച്ഛാ, കർമ്മം ചെയ്യുക എന്നുള്ളത് മരിക്കുന്ന നമ്മളല്ലത് പറയേണ്ടത്, ജീവിച്ചിരിക്കുന്ന ആരാണോ മരിക്കുന്നത് അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്നവർ. അപ്പോൾ അച്ഛൻ അതൊന്നും പറയണ്ട, അച്ഛൻ മരിച്ചു പോയാൽ ഞങ്ങൾ കർമ്മം ചെയ്യും. ചിരിച്ചോണ്ടാണ് ഇവരിങ്ങനെ ഓരോ വിഷയം ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞ്, അപ്പോൾ ഞങ്ങൾ കർമ്മം ചെയ്യും, അതുകൊണ്ട് അച്ഛൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ചിരിച്ചോണ്ട് എന്നോട് ഇത് പറയുന്നത് കേട്ടോ, നമ്മളൊന്ന് മരിച്ചു കൊടുത്താൽ മതി, അവർ കർമ്മം ചെയ്യുമോ, അവർ ദഹിപ്പിക്കുമോ, എന്ത് വേണേലും ചെയ്യും. പിന്നെ ഇത് പറയുമായിരുന്നു, എന്നെ ദഹിപ്പിക്കുന്നിടത്ത് നിറയെ ചെടി വെക്കണം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, അങ്ങനെയൊക്കെ ചെയ്യാവുള്ളെന്നൊക്കെ പറയുമായിരുന്നു. അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്കറിയാം, ഇപ്പം പലപ്പോഴും വണ്ടിക്കൂലി കൊടുക്കാതെ അദ്ദേഹത്തെ തിരിച്ചുവിടുക, ഇപ്പം അവസാന സമയത്ത് പോലും വാങ്ങിച്ച തിരക്കഥയിൽ അദ്ദേഹത്തിന് അവകാശമില്ല എന്നുള്ള രീതിയിൽ ആരോപിക്കുക, ഇപ്പോൾ റൈറ്റ്സ് റോയൽറ്റി അതിന് അദ്ദേഹത്തെ ചതിക്കുക.
അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല മനുഷ്യനുണ്ടല്ലോ, ഒരു നിഷ്കളങ്കനായ മനുഷ്യനുണ്ടല്ലോ, അതിനെ കുറേ ആളുകൾ വെറുതെ യൂസ് ചെയ്യുക. ഇതിനെപ്പറ്റി അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു, അതായത് എന്നെ അവർ പറ്റിക്കുകയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു? നന്നായിട്ട് അറിയായിരുന്നു. അത് പ്രസാദിൻ്റെ എത്രയോ കഥ സിനിമയായിട്ടുണ്ട്. അത് ഓരോരുത്തർ കഥ പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കഥകളിലെ ചില പോർഷൻസ് പല ഫേമസ് ആയിട്ടുള്ള സിനിമകളിലും വന്നിട്ടുണ്ട്. അതിലൊന്നും പ്രസാദിന് കുഴപ്പമില്ല. അത് സന്തോഷത്തോടെ അവർ ചോദിച്ചിട്ടാ, ബിയാറെ ഞങ്ങളിങ്ങനെ താനെന്ന് പറഞ്ഞ കഥ അതിൻ്റെ ഇച്ചിരി ഒന്നും ഒരു പ്രശ്നവുമില്ല. അല്ല ഞാനിതിങ്ങനെ വിൽക്കും, എനിക്ക് വിറ്റിട്ട് ഇത്ര കാശ് കിട്ടും, അങ്ങനെയുള്ള കാശിന് വേണ്ടിയിട്ടൊരു ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയേ അല്ലായിരുന്നു. അല്ലെങ്കിൽ എത്രയോ ഇതിൽ നന്നായിട്ട് ജീവിക്കാമായിരുന്നു അങ്ങനെ ഒരാളായിരുന്നുവെങ്കിൽ. ഒരിക്കലും അങ്ങനെ ഈ നാട് വിട്ടു പോകണമെന്ന് അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ ഒരു കാവി കൈലി ഉടുത്ത് ഒരു തോർത്തും തോളിലിട്ട് അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് അവിടെ കയറി, വീട്ടിൽ പത്രമുണ്ട് എന്നാലും ആ കടയിലിരുന്ന് പത്രം വായിക്കണം, ആ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കണം, നാട്ടുകാരോട് വിശേഷം പറയണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഡ്യുവറ്റ് പാടുന്ന സിനിമകൾ ഉണ്ടാവില്ല, അതായത് നായകനും നായികയും പാടുന്നത്. ഇപ്പം മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമ്പി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാമുകൻ്റെ മനസ്സിൽ നിന്നും കാമുകിയുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ഒരു ഭാവനാലോകം സൃഷ്ടിക്കുന്നുണ്ട്. അത് അതിസുന്ദരമാണ്. പ്രണയത്തെ പറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള സ്നേഹത്തെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ഈ സംസാരിക്കുമല്ലോ. അത് എത്രമാത്രം ഈ കവിതകളുള്ള പോലെ തന്നെ മനോഹരങ്ങളായിരുന്നു. അതൊക്കെ ബി ആറിൻ്റെ ജീവിതങ്ങൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ബി ആർ ജീവിതമൊക്കെ ഒത്തിരി അടിച്ചു പൊളിച്ച്, നല്ല കോളേജ് ലൈഫാണെങ്കിലും സ്കൂൾ ജീവിതമാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരുപാട് പ്രേമമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ എൻ്റെ അടുത്ത് തുറന്നും പറഞ്ഞിട്ടുണ്ട്, എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രസാദിയേട്ടൻ ഒപ്പിടുന്നത്, പ്രസാദിയേട്ടൻ പ്രേമിച്ച ഒരു ആളിൻ്റെ പേരിലാണ്. ഇപ്പോഴും അങ്ങനെയാണ്. ആ മരിക്കുന്നവരെ ആ ഒപ്പ് അങ്ങനെ ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ആയിരുന്നു. അത് അറിയില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രേമങ്ങളും, ബോട്ട് കയറി ചെമ്പക്കുളം പോയി അവിടെ ചെന്ന് ഒരാളെ കണ്ടിട്ട് തിരിച്ചു വന്ന് ഇപ്പുറത്തെ അപ്പോൾ പുളിങ്കുന്ന് ജെട്ടിയിൽ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ചിരിക്കുക. അതൊക്കെ ഒരു കുന്ന് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നിട്ടുണ്ട് വായിക്കാൻ. ആരെങ്കിലും തരുമോ ഡയറിയൊക്കെ? അപ്പം അത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഞങ്ങൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, ഏജിലും ഉണ്ട്. എനിക്കാണ് സതിയെന്നെക്കാട്ടി ഹൈറ്റ് കൂടുതൽ. അതിലൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. എനിക്കാദ്യമൊക്കെ അങ്ങനെ ഒരു ചമ്മലുണ്ടായിരുന്നു ആൾക്കാരൊക്കെ നോക്കുമ്പോൾ. പക്ഷെ പ്രസാദ് ഇങ്ങനെ പറഞ്ഞ് ഞാനും അതിലേക്കൊക്കെ ആ ഒരു അങ്ങനെയുള്ള ഇതിലൊന്നും നമുക്കൊരു വിഷയമല്ലാതായി മാറി. ശരിക്കും കണ്ണടയ്ക്കുമ്പം പോവാണെന്ന് പറഞ്ഞിട്ട് തന്നെ വ്യക്തമായി നമുക്ക് സൗണ്ട് വെളിയിൽ വന്നു. എൻ്റെ ഉള്ളിലെ എനിക്കറിഞ്ഞൂടാ വിഷമമാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ പ്രസാദിയേട്ടനെ യാത്രയാക്കുന്ന അത്രയും നല്ലതായിട്ട് തന്നെ ചെയ്യണം, ഇത്രയും ആൾക്കാർ വരും എന്നൊന്നും നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ എല്ലാവരും അതിശയത്തോടെ എന്നെ നോക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് മോർച്ചറി കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യിക്കുന്നു, ഈ പന്തലിടിപ്പിച്ചു എല്ലാം ചെയ്തു കൊണ്ടുവന്നു.